നമസ്കാരം. പവർപ്ലസ് ഇന്നോവേഷൻ ടെക്നോളജിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഒരു നല്ല കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് മറ്റുള്ളവരുടെ അടുത്ത് ഷെയർ ചെയ്തു കഴിഞ്ഞാൽ അത് അവർക്കും പ്രചോദനകരം ആകും എന്ന് വിശ്വസിക്കുന്ന എന്റെ കുറച്ച് കസ്റ്റമേഴ്സിനെയാണ് ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹലോ, ഞാൻ സ്മിത ബിനോദ്, എടപ്പള്ളിയിലെ PC സ്റ്റൈലിന് ബുട്ടീക്ക് നടത്തുന്നു. ഞങ്ങൾ സ്ഥാപനം തുടങ്ങിയ സമയത്ത് ഇവിടെ സോളാർ പ്ലാന്റ് ചെയ്തു. അന്ന് ഞങ്ങൾ 10 വാട്ട് kg സോളാറാണ് പ്ലാന്റ് ചെയ്തത്. ലോക്ക്ഡൗൺ സമയത്ത് ഞങ്ങളുടെ സ്ഥാപനം അടച്ചെടുത്തതുകൊണ്ട് ഞങ്ങൾക്ക് KSEBക്ക് ഇത് കൊടുക്കേണ്ടി വന്നു. കൊടുത്തതിന് ഞങ്ങൾക്ക് 26,000 രൂപ ഇങ്ങോട്ട് തിരിച്ച് കിട്ടി. ഞങ്ങൾക്ക് വളരെ ബെനിഫിഷ്യലായിട്ട് തോന്നി ഇത് ചെയ്തതിന് ശേഷം. എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്ഥാപനത്തിലും എൻ്റെ വീട്ടിലും 2 സ്ഥലത്ത് ഞങ്ങൾ പ്ലാന്റ് ചെയ്തു. വീട്ടിൽ ഞങ്ങൾക്ക് ഏകദേശം 7,000-8,000 രൂപ ബില്ല് വന്നെടുത്ത് ഇപ്പം 110 രൂപകളാണ് ബില്ല് വരുന്നത്. നമുക്ക് എക്കണോമിക്കലി ഇത് ഹെൽപ്ഫുൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് നമുക്ക് ഏകദേശം 1-2 വർഷത്തിനകം നമുക്ക് ഇത് തിരിച്ച് കിട്ടും. ഇത് ഞങ്ങൾക്ക് പ്ലാന്റ് ചെയ്ത് തന്നത് മിസ്റ്റർ സാജനാണ്. പവർപ്ലസ് അവരുടെ സ്ഥാപനത്തിൻ്റെ പേര്. എൻ്റെ പേര് വിനോദ്. ഞാൻ എടപ്പള്ളി കൂനന്തായിലെ ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പ് അടുത്താണ്. എനിക്ക് 2 വർഷം മുന്നേ പമ്പിലെ കറണ്ട് ബില്ലെല്ലാം 40,000 രൂപ മുകളിലായിരുന്നു. അതുകൊണ്ട് ഞാൻ സോളറൈസേഷനിലേക്ക് പോയി 35 കിലോവാട്ട് പ്ലാന്റാണ് സ്ഥാപിച്ചത്. അതിനുശേഷം 8,000 രൂപയായിട്ട് ബില്ല് എമൗണ്ട് കുറയുകയാണ് ചെയ്തത്. അതിനുശേഷം ഞാൻ എൻ്റെ വീട്ടിലും 5 കിലോവാട്ട് പ്ലാന്റ് സ്ഥാപിച്ചു. ഇപ്പോൾ മിനിമമായിട്ട് 110 രൂപ മാത്രമേ അവിടെയും വരുന്നുള്ളൂ. ഇപ്പോൾ 2 വർഷമായിട്ട് ഞാൻ മുടക്കിയതിൻ്റെ പകുതി കാശ് എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ പ്ലാന്റ് എല്ലാം സ്ഥാപിച്ചത് പവർപ്ലസ് ഇന്നോവേഷൻ ടെക്നോളജിയിലെ സാജൻ വർഗീസാണ്. അവരുടെ സർവീസും മികച്ച സർവീസ് തന്നെയാണ്. എല്ലാ ക്വാർട്ടർലിയും പ്ലാന്റിലെല്ലാം ക്ലീൻ ചെയ്യാനും എല്ലാം ചെയ്ത് തരുന്നുണ്ട്. ഈ 2 വർഷവും മികച്ച സേവനം തന്നെയാണ് അവർ നമുക്ക് തന്നിരിക്കുന്നത്. ഞാൻ വേണു കരുണാകരൻ, റിട്ടയർഡ് ഡിസ്ട്രിക്ട് ജഡ്ജാണ്. ഇപ്പോൾ എറണാകുളം പെർമനൻറ്റ് ലോക് അദാലത്തിൽ ചെയർമാനായിട്ട് വർക്ക് ചെയ്യുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഗ്രീൻ എനർജി ഇനീഷ്യേറ്റീവ്സ് എപ്പോഴും ഒരു ചാലഞ്ചായിരുന്നു. ഞാനത് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഓൺ ഗ്രിഡ് ഇൻവെർട്ടറും കൂടെ സ്ഥാപിക്കുകയുണ്ടായി. അപ്പോൾ അതുകൂടെ വെച്ചതോടുകൂടി എൻ്റെ പവർ റിക്വയർമെൻറ്റ് ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ട് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ വീട്ടിലെ ഇലക്ട്രിസിറ്റി ചാർജസ് എന്ന് പറയുന്നത് ഫിക്സഡ് ചാർജ് മാത്രമാണ് ഞാൻ KSEBിലേക്ക് ഇപ്പോൾ അടയ്ക്കുന്നത്. ഞാൻ എക്സ്പോർട്ട് ചെയ്യുന്ന പവർ എൻ്റെ ഇമ്പോർട്ട് ചെയ്യുന്ന പവറിനേക്കാൾ കൂടുതലുമാണ്. അപ്പോൾ എന്തുകൊണ്ടും ഇതൊരു നല്ല ഇനീഷ്യേറ്റീവാണ്. പവർപ്ലസിലെ മിസ്റ്റർ സാജനാണ് എൻ്റെ ഈ 5 kVA ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് എന്നെ സഹായിച്ചത്. പ്ലാന്റ് ഈസ് വർക്കിംഗ് വെരി സാറ്റിസ്ഫാക്ടറിലി. എൻ്റെ പേര് നിസാം റഹ്മാൻ. ഞാൻ കാക്കനാടാണ് താമസിക്കുന്നത്. ഇപ്പോൾ തൃശ്ശൂർ മുപ്പിളിയത്തെ ICCS കോളേജ് ഓഫ് എഞ്ചിനീയറിങ്ങിൻ്റെ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. അതിന് മുമ്പ് പെരുമ്പാവൂർ ജയഭാരത് കോളേജിലെ പ്രിൻസിപ്പളായിരുന്നു. ഓൺ ഗ്രിഡ് സോളാറിലേക്ക് വന്നപ്പോൾ എനിക്ക് ഉപകരണങ്ങളെല്ലാം ഉപയോഗിക്കാൻ കഴിയുകയും ഞാൻ ജനറേറ്റ് ചെയ്യുന്ന പവർ ഗ്രിഡിലേക്ക് നൽകുകയും ചെയ്യുന്നതോട് കൂടിയിട്ട് എൻ്റെ കറണ്ട് ബില്ല് സീറോ, മിനിമം ചാർജ് 100 രൂപ എല്ലാ മാസവും എൻ്റെ ഒരു ഫിക്സഡ് ചാർജ് ഉണ്ടല്ലോ അതിലേക്ക് മാറാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതൊരു വലിയൊരു സന്തോഷമായി തോന്നി. സിംഗിൾ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് പിന്നീട് കാലങ്ങളോളം നമുക്ക് ഊർജ്ജം മിതമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് ഇൻസെൻറ്റീവ് ലഭിക്കുന്ന രീതിയിലും കൂടിയാണ്. എനിക്ക് KSEBയിൽ നിന്ന് ഇൻസെൻറ്റീവ് ലഭിച്ചിട്ടുണ്ട്. ഓൺ ഗ്രിഡ് പ്ലാന്റ് നമ്മളെ വീട്ടിൽ സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ അത് നമ്മളുടെ ജീവിതത്തിൽ എന്നും ഒരു മുതൽക്കൂട്ടായിട്ട് മാറുമെന്നുള്ളതാണ് ഇത്രയും കാലത്തെ എൻ്റെ എക്സ്പീരിയൻസ്. 5 കിലോവാട്ടിൻ്റെ സോളാർ പാനലാണ് ഓൺ ഗ്രിഡ് സിസ്റ്റമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഈ മേഖലയിൽ ഒരുപാട് കാലത്തെ പരിചയം, കാരണം ഒരു വളരെ ഡെഡിക്കേഷനോട് കൂടിയിട്ട് ഒരു പാഷനായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു സുഹൃത്താണ് എനിക്ക് സാജൻ വർഗീസ് എന്ന് പറഞ്ഞ പവർപ്ലസ് ഇന്നോവേഷൻസിൻ്റെ MD. എൻ്റെ പേര് ഹൈദ്രോസ് എന്നാണ്. ഞാൻ എടപ്പള്ളി ടോളിൽ യുണൈറ്റഡ് ഫ്യൂൽസ് പറഞ്ഞ സ്ഥാപനം നടത്തുന്ന ആളാണ്. പെട്രോൾ പമ്പാണ്. 50 kVA സോളാറാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. 30 ലക്ഷം രൂപയോളം ചിലവായി. ഈ 2 കൊല്ലം കൊണ്ട് ഒരു 15 ലക്ഷം രൂപ എടുക്കാൻ എനിക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ സ്ഥാപനങ്ങളുടെ എല്ലാ ഉപയോഗങ്ങളും അതുകൊണ്ട് നടക്കുന്നുണ്ട്. 60,000 രൂപ 70,000 രൂപ വരെ കൊടുത്തിരുന്നതാണ് ഇലക്ട്രിസിറ്റി ബില്ല്. ഇപ്പോൾ അത്രയൊന്നും വരില്ല. കൂടുതൽ 6,000-7,000 രൂപ കൂടുതൽ മിനിമം ചാർജ് കൂടുതലൊന്നും വരണില്ല. ഇത് നല്ലൊരു സംഭവമാണ് സോളാർ എന്ന് പറഞ്ഞത്. ഒരു കാരണവശാലും നമുക്ക് ലോസ് ഒന്നും വരില്ല. ഇതൊരു ലാഭത്തിലാക്കിയെടുക്കാൻ ഇപ്പോൾ കഴിയും. പവർപ്ലസിൻ്റെ സാജനാണ് ഇത് ചെയ്തത്. പവർപ്ലസ് എന്നുള്ള സ്ഥാപനത്തിൻ്റെ ഉടമയാണ് സാജൻ. പുള്ളി ഏത് സമയത്ത് വിളിച്ചാലും കിട്ടും. എപ്പോഴാണെങ്കിലും വന്നിട്ട് സർവീസും കൃത്യമായിട്ട് ചെയ്ത് കിട്ടുന്നുണ്ട്. സോളാർ സംബന്ധമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.